കുറേ ആളുകൾ റിവിഷൻ നടത്തുന്ന മെത്തേഡ് തെറ്റാണ്. അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു 30 to 45 മിനിറ്റ്സ് നല്ലോണം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. 5 to 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തുകൊണ്ട് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അത്രയും എനർജറ്റിക് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. മടുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതിനുശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് പാസീവായിട്ട് റീഡ് ചെയ്യാതെ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമില്ല, അത് ഓർമ്മയിലേക്ക് സ്റ്റോർ ആവില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഓർത്തെടുത്ത് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓർത്ത കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സോ ആക്റ്റീവ് റീകോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഫെയ്ൻമെന്റ് ടെക്നിക്ക് യൂസ് ചെയ്യാം. ഒരു ചെറിയ കുട്ടീനെ നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക ആ രീതിയിൽ നിങ്ങൾ ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് നിങ്ങൾ ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവണമല്ലോ. സോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ച കാര്യം ഉറക്കെ ഒരാളുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഇനി ഒരു റിവിഷനിൽ ഒരു 40% നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് പേപ്പർ സോൾവിംഗ് ആണ്. നിങ്ങളുടെ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻസോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഇതെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും സോൾവ് ചെയ്യണം. അതേപോലെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്സ് അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കണം. എങ്ങനെയാണ് പാറ്റേൺ മാറുന്നത്? ഇപ്പം അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്, ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാൻ. അപ്പോൾ പേപ്പർ സോൾവിങ് എന്തായാലും ചെയ്തിരിക്കണം. ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീക്ക് ഏരിയ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓരോരോ ഡിഫറെൻറ്റ് ഏരിയാസ് ആയിരിക്കും വീക്ക് ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വീക്ക് ആയിട്ടുള്ള ഏരിയ അത് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആദ്യം അത് പഠിച്ചു തുടങ്ങുക. ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഒക്കെ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഒരു ടിപ്സ് ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.